ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലെ ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവിൻ്റെ വീട്ടിൽ 2 ഗുണ്ടകൾ വന്നിട്ട് 2 ലക്ഷം രൂപ വാങ്ങിയതിൻ്റെ പലിശയും മുതലും ഒക്കെ ചോദിക്കുകയാണ്. പക്ഷേ അയാളെ കൊണ്ട് തൽക്കാലം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് അവധി പറഞ്ഞു. ഇനി അവധി ചോദിക്കുക കേട്ടോ. അപ്പോൾ അവന്മാർ വിശ്വസിക്കണില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസയോ അല്ലെങ്കിൽ മുതലോ പലിശയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കിട്ടണം. നിന്നെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളില്ല, പലതവണയായി ഞങ്ങളെ പറ്റിച്ച് നീയൊക്കെ കടന്നു കളയുന്നത്. ഇനി ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ അവസാനം കാലി പിടിക്കും പോലെ അപേക്ഷിച്ചിട്ട് പറയേണ്ട ദൈവം എനിക്കൊരു 15 ദിവസത്തെ സമയം കൂടെ തരണം, അതിനുള്ളിൽ എന്തായാലും ഞാൻ തന്നേക്കാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവന്മാർ പറയുന്നുണ്ട്, ശരി നിങ്ങളെ ഇപ്പം ഒരു തവണ കൂടെ ഞാൻ വിട്ടേക്കാം, 15 ദിവസത്തിനകം കാശ് തന്നില്ല അങ്ങനെ നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ, ആ മോളെ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേക്കണം ഞങ്ങളടുത്തേക്ക് എന്നും കൂടെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയും ചെയ്യും കേട്ടോ. ദേവി ഇതെല്ലാം കേട്ട് മുകളിലത്തെ മുറിയിലിരുന്ന് കരയോട് കരച്ചില്ല. അപ്പോൾ ഇറങ്ങി വന്നിട്ട് പറയാം, മതിയായല്ലോ നിങ്ങൾക്കല്ലേ, ഇപ്പോൾ സ്വന്തം മകളെ കണ്ടവൻ്റെ കൂടെ വിടേണ്ട ഗതികേട് വരെ എത്തിച്ചില്ലേ, ഇത്രയും കൊണ്ട് എത്തിച്ചത് ആരാ, എൻ്റെ ജീവിതവും തൊലിച്ചു, എല്ലാം നിങ്ങളായിട്ടല്ലേ എന്നും പറഞ്ഞ് ദേവി ഭയങ്കര സങ്കടത്തിൽ ഊണും ഉറക്കവും ഒന്നുമില്ല, കരച്ചിലോട് കരച്ചിലാട്ടോ. പക്ഷേ ഉദയഭാനുവും സ്ത്രീകളെയും കൂടെ വിചാരിക്കുന്നുണ്ട്, നമ്മളെ ഇങ്ങനെയൊക്കെ പെട്ടുപോയി, ഇനി അവളെയും കൂടി നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. 15 ദിവസത്തിനകം അവന്മാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ദേവി മോളെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടി അവർക്കുണ്ടായതുകൊണ്ട് തന്നെ എത്രയും വേഗം ആനന്ദുമായിട്ടൊന്ന് സംസാരിച്ച് രമ്യതയിലെത്താം. ആനന്ദ് പാവമാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ബാലനെ പോലെ അല്ലല്ലോ എന്നൊക്കെ അവർ തീരുമാനിച്ചിട്ട് നേരെ ആനന്ദിനെ ഫോൺ ചെയ്യാട്ടോ. അങ്ങനെ ആനന്ദ് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ഭയങ്കര താഴ്മയോടുകൂടി ഉദയഭാനു പറയാണ്, മോനെ ഞങ്ങളോട് ക്ഷമിക്കണം, ഈ ചെയ്ത തെറ്റുകളെല്ലാം മോൻ പൊറുക്കണം. ദേവി പാവമാണ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളുടെ ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അവളിത് വേണ്ട സത്യങ്ങളെല്ലാം തുറന്ന് പറയണമെന്ന് അന്ന് മുതലേ പറഞ്ഞിരുന്നതാണ്, ഞങ്ങളാണ് ഇതൊന്നും കേൾക്കാത്തത്. അതുകൊണ്ട് മോൻ എന്തെങ്കിലും പറയാനോ എടുക്കാനോ ഞങ്ങളോട് മാത്രം അയക്കോ. ദേവി ഇവിടെ കരച്ചിലും ഊണും ഉറക്കവും ഒന്നുമില്ലാതെ അവളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല മോനെ. അതുകൊണ്ടാണ് നീ ഒന്ന് ക്ഷമിക്കും മോനെ, പഴയതെല്ലാം മറക്കണം, ദേവിയെ കൂട്ടിക്കൊണ്ട് പോകണം മോനെ, ദേവിയോട് പിണങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലീസായിട്ട് പറയാം കേട്ടോ. പക്ഷേ ആനന്ദിന് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ദേവിയെ കൊണ്ടുവന്നാൽ മതി എന്ന് തന്നെയാണ് ആനന്ദിന് കേട്ടോ. എന്നാലും മനസ്സിൽ ഒരു വല്ലാത്തൊരു ചതി പറ്റിപ്പോയിട്ടൊരു വേദന അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും ചെയ്യാനും പറ്റുന്നില്ല, അതാണ് അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബാലൻ ഉദയഭാനുവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളോടാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അന്വേഷണം ഡീറ്റെയിൽഡായിട്ട് തകൃതിയായിട്ട് നടക്കുന്നു. പല ആൾക്കാരോട് ഉദയഭാനുവിനെ കുറിച്ച് അന്വേഷിക്കാൻ കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, ഇനി എങ്ങനെ ഇയാളുമായിട്ട് ഒന്ന് സംസാരിച്ച് എന്ത് കാര്യങ്ങൾ പറയണം എന്നൊക്കെയാണ് നമ്മുടെ ബാലൻ തീരുമാനിക്കട്ടെ എന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.